സോനു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വർക്ക് ഒരു സ്ലൈഡിംഗ് വാൾഡ്രോബ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്രെയിം അലുമിനിയം 2 ട്രാക്ക് സെക്ഷനാണ് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ട്രാക്കിൻ്റെ ടോപ്പ് ആൻഡ് സൈഡാണ് ഇതിന് ആവശ്യമുള്ളൂ. ബോട്ടം പീസ് ഇതിന് ആവശ്യമില്ല. ഈ ഫ്രെയിം കട്ട് ചെയ്തിരിക്കുന്നത് 45 ഡിഗ്രിയിൽ തന്നെയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ജോയിൻ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ടാണ് അടിച്ചിരിക്കുന്നത്. അത് ഡബിൾ പീസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഇതിൽ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ കസ്റ്റമർ സ്ലൈഡിംഗ് ഡോർ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു വർക്കും കൂടിയാണ്. ഇത് 2 ഇഞ്ച് സ്ക്രൂ വെച്ചിട്ട് തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. സെൻറ്ററിൽ മാത്രം എൽ ആംഗിൾ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. എൽ ആംഗിളിൻ്റെ പ്ലേറ്റ് ആംഗിളാണ് ഇതിൽ സെൻറ്ററിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ 2 സെക്ഷൻ വരുന്നുണ്ട്. ആ 2 സെക്ഷൻ്റെയും ഇടയിലാണ് ആംഗിൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 45 ഡിഗ്രിയിൽ ആംഗിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് അഴിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഒരു സൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കണ്ടില്ല, ഇതാ ഈ ഫസ്റ്റ് ഗ്രൂ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിലേക്കാണ് നമ്മൾ ഷീറ്റ് സൈഡിൽ നിന്ന് അടിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇത് സെൻറ്ററിൽ നമ്മൾ ജോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. 2 ഫ്രെയിമിൻ്റെയും ഫിറ്റിംഗ് വർക്ക് കഴിഞ്ഞു. അടുത്തത് സ്ലൈഡിംഗ് ഡോറ് കട്ട് ചെയ്യുന്നതാണ്. ഇനി അതെങ്ങനെ കട്ട് ചെയ്യാമെന്ന്, എങ്ങനെ അതിൽ വീല് വെക്കാമെന്നും നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡോറിൻ്റെ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് ഉള്ളളവിൽ നിന്ന് 1.5 നൂല് കൂട്ടിയിട്ടിട്ടാണ്. ട്രാക്കിൻ്റെ അകത്തുനിന്നല്ല, ഫ്രെയിമിൻ്റെ ഉള്ളളവിൽ നിന്ന്. ബാക്കി വീലും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ടോപ്പിൽ ഒരു നൂല് ഗ്യാപ്പ് ഉണ്ടാവും. ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം ചെയ്തിരിക്കുന്നത് വുഡൻ കളർ ഫിനിഷിലും, സ്ലൈഡിംഗ് ഡോറ് സെൻറ്ററിൽ വൈറ്റും ടോപ്പിലും ബോട്ടത്തിലും വുഡൻ കളർ വൈറ്റാണ് ഈ വാൾഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വർക്കിൻ്റെ ഫുൾ വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. വർക്ക് പഠിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. ഇനി നമ്മൾ ഇതിലേക്കുള്ള വീല് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇത് വീല് വെക്കാനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്ത് ഇറക്കി വെക്കുന്നൊരു വീലാണ്. ഈ വീല് സൂപ്പർ സ്ലൈഡിങ്ങിന് ഉപയോഗിക്കുന്ന വീല് അല്ല. ഈ ഡോറിൽ വെതർ ഷിപ്പ് ഇടേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ ട്രാക്കിലാണ് വെതർ ഷിപ്പ് ഇട്ട് കൊടുക്കുന്നത്. അത് ടോപ്പിലും ബോട്ടത്തിലും മാത്രം വെതർ ഷിപ്പ് ഇട്ട് കൊടുക്കുക. ഈ വർക്കിൽ ACP ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീല് ഫിറ്റിങ് കഴിഞ്ഞു. വീല് ഫിറ്റ് ചെയ്യാൻ
1/8 റിബിറ്റ് ഇട്ടിട്ട് തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഡോറിന് 4 പുറം ബാക്ക് സൈഡിൽ സിലിക്കോണ് അടിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഡോറും കൂടി നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഡോറിൻ്റെ വർക്ക് ഫിനിഷിംഗ് ആവും. ഫസ്റ്റ് ഫ്രെയിമിൻ്റെ ഒരു ഡോറിൽ മിറർ വരുന്നുണ്ട്. ആ മിറർ സിലിക്കോൺ വെച്ചിട്ട് ആദ്യം ഒട്ടിക്കുകയും പിന്നെ മിററിന് 4 ഹോൾസ് ഇട്ടിട്ട് അതിൽ ബോൾട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാൻഡിൽ വെക്കുന്നതാണ് കാണിക്കുന്നത്. ഹാൻഡിൽ നമ്മളിതിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹാൻഡിൽ നമ്മളിതിൽ കട്ട് ചെയ്ത് ഇറക്കി കൊടുക്കുന്നൊരു ഹാൻഡിലാണ്. ഹാൻഡിൽ എപ്കോയുടെ ഹാൻഡിലാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത് ഫ്രെയിമിൻ്റെ കനം വിട്ടിട്ട് ഷീറ്റിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹാൻഡിലിൻ്റെ അളവിനനുസരിച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഗ്രൈൻഡറിലാണ് കട്ട് ചെയ്യുന്നത്. ഗ്രൈൻഡറിൽ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷീറ്റ് ഡാമേജ് ആവും. 2 സൈഡ് മാത്രമാണ് ഗ്രൈൻഡറിൽ കട്ട് ചെയ്യുക. ബാക്കി 2 സൈഡ് നമ്മൾ 1/8 ബിറ്റ് ഇട്ടിട്ട് തുളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡോറിൽ ഏത് ഹാൻഡിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ സ്ലൈഡിങ് ഡോറിന് ഇങ്ങനൊരു ഹാൻഡിൽ ഒന്നും കൂടി ഒരു ബെറ്റർ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹാൻഡിൽ യൂസ് ചെയ്തത്. ഇത് എപ്കോൻ്റെ നല്ലൊരു ഹാൻഡിലും കൂടിയാണ്. ഇത് പല സൈസിൽ വരുന്നുണ്ട്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെൻറ്ററിൽ വലിയ ഡോറിൽ 6 ഇഞ്ചും ചെറുതിൽ 4 ഇഞ്ചുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഹാൻഡിലിന് 2 സൈഡ് ഒരു ബോൾട്ടിൻ്റെ ഒരു റൗണ്ട് വരുന്നുണ്ട്. അത് കാരണമാണ് ഇങ്ങനെ തുളച്ചെടുക്കുന്നത്. ആ റൗണ്ട് കട്ട് ചെയ്തിട്ട് തുളച്ചെടുത്തിരിക്കുന്നത്. ഈ ഹാൻഡിൽ ആദ്യം ജസ്റ്റ് ഒന്ന് പശ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഹാൻഡിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ നിന്ന് സിലിക്കോൺ അടിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ACP ഷീറ്റ് 1 സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നെട്ടും ബോൾട്ടും ഇടാൻ കഴിയില്ല. അത് കാരണമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ഫ്രെയിമിൻ്റെ ഒരു സൈഡ് അഴിച്ചെടുക്കാൻ തരത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കണം. എങ്കിലാണ് ഇതിൻ്റെ ഡോറ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സൂപ്പർ സ്ലൈഡിങ്ങിൽ ഡോർ സെറ്റ് ചെയ്യുന്നത് പോലെ ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിയില്ല. അത് കാരണമാണ്
ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ 2 ബെഡ്റൂമിലായിട്ട് 3 ഡ്രോ വരുന്നുണ്ട്. അപ്പോൾ ആ ഡ്രോ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഇത് 3/4 അര ക്ലീറ്റ് ആംഗിൾ വെച്ചിട്ടാണ് ഈ ഡോറിൻ്റെ ഫ്രണ്ടേജ് ഇതിൽ പിടിപ്പിക്കുന്നത്. ഡ്രോ സെറ്റ് ചെയ്തത് 3 സൈഡ് 4 സെക്ഷൻ വെച്ചിട്ടാണ്. ഫ്രണ്ട് സൈഡിൽ ഒരു 1 ഇഞ്ച് സ്ക്വയറുമാണ് കൊടുത്തിരിക്കുന്നത്. അത് ലോക്ക് വെക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ ഡ്രോയുടെ അടിഭാഗത്ത് വരുന്ന ഷീറ്റ് ഇതിൽ 1/8 റിബിറ്റ് വെച്ചിട്ട് ഡയറക്റ്റ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി ഡ്രോ ഇതിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഡ്രോ ചെയ്യുമ്പോൾ ഓരോ വർക്കേഴ്സും ഓരോ മോഡലിലാണ് ചെയ്യാറ്. ഞങ്ങൾ ചെയ്യുന്ന ഒരു മോഡലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഡ്രോ ചെയ്യുമ്പോൾ 4 സെക്ഷൻ എടുക്കുകയാണെങ്കിൽ 45 അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് കാരണമാണ് 4 ചെയ്യുന്നത്. ഇതിൻ്റെ ഗ്രൂ ഉള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി അടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, ജോയിൻ്റ് ചെയ്തെടുക്കാനൊക്കെ. ഇതാവുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം. ഇതിന് 3 സൈഡാണ് 4 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു സൈഡ് ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് സൈഡിൽ 1 ഇഞ്ച് സ്ക്വയർ കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് മോപ്പറ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ലോക്ക് വെക്കുമ്പോൾ തടയുമില്ല, ലോക്കിൻ്റെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഡ്രോയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ ഹാൻഡിലും ലോക്കും വെച്ചെടുക്കാം. അപ്പോൾ ഇനി ലോക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ ലോക്ക് വെക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ലോക്ക് ചെയ്യുമ്പോൾ അത് മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ ഫസ്റ്റ് ഒരു ചെറിയ വിറ്റിട്ട് തുളക്കാൻ ശ്രമിക്കുക. അങ്ങനെ തുളക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കിൻ്റെ വിറ്റിട്ടിട്ട് തുളക്കുമ്പോൾ കറക്റ്റ് ഹോൾസ് അടിക്കാൻ കഴിയും. പിന്നെ ഷീറ്റ് ഡാമേജ് ആവില്ല, ബിറ്റ് സ്ലിപ്പാവില്ല. അങ്ങനെയൊക്കെ കുറേ ഉപകാരങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ഫിറ്റ് ചെയ്യണ ലോക്ക് ബോണസ് മൾട്ടി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലോക്കാണ്. ആ ലോക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് ലെഫ്റ്റ് റൈറ്റിലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലോക്കാണ്. ഈ ലോക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ലോക്കും കൂടിയാണ്. നാലുക്കര ഉപയോഗിച്ച് ഡ്രോ ചെയ്യുമ്പോൾ 2 സൈഡിലെ സെക്ഷൻ ആദ്യം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്തേക്കുള്ള പീസാണ് ബാക്കിൽ അളവ് കമ്മിയാക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് ആംഗിൾ വെച്ചെടുക്കുമ്പോൾ 1 ഇഞ്ച് സ്ക്വയർ വരുന്നത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ 2 സൈഡും മാറിപ്പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 4 സെക്ഷൻ ഉപയോഗിച്ച് ഡ്രോ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ലോക്കും ഹാൻഡിലും വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ വർക്ക് ഇവിടെ ഫിനിഷിംഗ് ആയിരിക്കുകയാണ്.
അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കഴിയൂ. ഈ ഫ്രെയിം കട്ട് ചെയ്യുമ്പോൾ വീതിയിൽ ഒരു നൂല് അധികമായിട്ട് കട്ട് ചെയ്യണം. എന്നാലേ ഇതിൻ്റെ സൈഡ് ഷീറ്റ് ഫിക്സ് ചെയ്യാൻ കഴിയൂ. 2 ട്രാക്കിന് ബാക്ക് സൈഡിൽ 2 ഗ്രൂ വരും. അതിൽ ഭിത്തിക്കടുത്തുള്ള ഗ്രൂ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫ്രണ്ടിലെ ഗ്രൂക്കകത്തേക്ക് ഷീറ്റിനെ കവർ ചെയ്ത് വെച്ച് ഭിത്തിയിൽ സിലിക്കോൺ അടിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.